ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ ട്രാവൽ വീഡിയോ. ഇന്ന് നമ്മുടെ യാത്ര എന്ന് പറയുന്നത് സുൽത്താൻ ഓഫ് ഒമാന്റെ ടെറിട്ടറിയുടെ ഭാഗമായിട്ടുള്ള മൊസണ്ടം ഡിബ എന്ന ടൂറിസ്റ്റ് പ്ലേസിലേക്കാണ്. അപ്പം ഈ ഒരു പ്ലേസിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് നമ്മൾ ഫുജേറ കൂടിയായിട്ടാണ് പോകുന്നത്. അപ്പം ഫുജേറ കൂടി പോകുമ്പോൾ ഫുജേറയുടെ ആ ഒരു മനോഹാരിതയുമൊക്കെ കണ്ട് മനസ്സിലാക്കി നമുക്ക് പോകാൻ പറ്റും. കാരണം ഫുജറ എന്ന് പറയുമ്പം മൊത്തം മലനിരകളാണ്. ഈ കാണുന്നതെല്ലാം ഫുജറയുടെ മലനിരകളാണ്. അപ്പം അതൊക്കെ കണ്ട് ആസ്വദിച്ച് പതുക്കെ അങ്ങ് പോകാം. ഞങ്ങൾ ശരിക്കും ഒരുപാട് ടൂറ് ഓർഗനൈസേഴ്സ് ഉണ്ട്, ദുബായിൽ നിന്ന് തന്നെയുള്ള ഒരുപാട് പേരുണ്ട്. അപ്പം അവരെ ആദ്യം കോണ്ടാക്ട് ചെയ്തു. അതിൽ നമുക്ക് കംഫർട്ടായിട്ടുള്ള ഒരു ടൂർ ഓർഗനൈസേഷനെ നമ്മൾ സെലക്ട് ചെയ്തപ്പം അവർ ആദ്യം പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് മിനിമം 6 മാസം വാലിഡിറ്റി ഉള്ള പാസ്പോർട്ടും എമിറേറ്റ്സ് ഐഡിയും വേണം എന്നുള്ളതാണ്. റെസിഡന്റ് ആണെങ്കിൽ എനിക്ക് വിസിറ്റേഴ്സിനും ഈ ഒരു ട്രാവലിന് നമുക്ക് പോകാവുന്നതാണ്. അപ്പം അതാണ് ആദ്യം വേണ്ടത്. മിനിമം ഒരു 6 മന്ത് വാലിഡിറ്റി ഉള്ള പാസ്പോർട്ടും റെസിഡന്റ് വിസയും. വിസ ഇല്ലെങ്കിലും കുഴപ്പമില്ല, എമിറേറ്റ്സ് ഐഡി ആയാലും മതി. എമിറേറ്റ്സ് ഐഡി ആണ് അവർ ചോദിച്ചത്. അപ്പം ഒരു 2-3 ഡേയ്സിന് മുന്നേ തന്നെ നമ്മൾ അവർക്ക് അയച്ചു കൊടുത്തു. കാരണം ഇത് ശരിക്കും നമ്മൾ സുൽത്താൻ ഓഫ് ഒമാന്റെ ടെറിട്ടറിയിലേക്കാണ് പോകുന്നത്. അപ്പം ശരിക്കും നമ്മൾ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിലേക്കാണ് പോകുന്നത്. അപ്പം അവർക്ക് അതിന് മുന്നേ തന്നെ അതിൻ്റെ പെർമിഷനും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പം ആദ്യം തന്നെ നമ്മളത് അയച്ചു കൊടുത്തുകൊണ്ട് ടൂർ ഓർഗനൈസേഴ്സ് തന്നെ അതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചു. ദോശയോ? ദോശയല്ല, ഇഡലി. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ടൂറിന് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ മിനിമം, അതായത് കാരണം ഇതിനകത്ത് കൂടുതലും വാട്ടർ ആക്ടിവിറ്റീസ് ആണുള്ളത്. അപ്പം സ്വിമ്മിങ്ങിനുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ സൺസ്ക്രീൻ എടുത്തു. പിന്നെ ഒരു 1-2 ജോഡി ഡ്രസ്സും എക്സ്ട്രാ എടുക്കുക ഇൻ കേസ് നനയുകയൊക്കെ ചെയ്യുവാണെങ്കിൽ. അപ്പോൾ അതൊക്കെ അവർ പറഞ്ഞു തന്നു. പിന്നെ ചെല്ലേണ്ട ഡെസ്റ്റിനേഷൻ എവിടെയാണ് മീറ്റ് ചെയ്യേണ്ടത്, ഇതെല്ലാം അവർ തലേദിവസം തന്നെ നമ്മളോട് പറഞ്ഞു. അതനുസരിച്ച് എത്ര മണിക്കാണ് എത്തേണ്ടത് എന്നും കൂടി പറഞ്ഞു. അതനുസരിച്ച് നമ്മൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ ദുബായിൽ നിന്നാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പം നമ്മൾ തലേദിവസം തന്നെ നോക്കിയായിരുന്നു എത്ര സമയം എടുക്കും എന്നുള്ളത്. അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 1 hour 30 minutes എടുക്കും. അതനുസരിച്ച് ഇടയ്ക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കേണ്ട ഒരു സമയം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് ഞങ്ങളൊരു 1 hour കൂടി എക്സ്ട്രാ എടുത്തായിരുന്നു ഇൻ കേസ് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലുമൊക്കെ നിർത്തണമെങ്കിൽ. അങ്ങനെ ഞങ്ങൾ ഏർലി മോർണിംഗ് തന്നെ ഇറങ്ങി. പക്ഷെ അതൊരു നല്ലൊരു ടൈമായിരുന്നു, നല്ലൊരു വൈബായിരുന്നു. കാണുന്ന ഏരിയ എന്ന് പറയുന്നത് ഫുജേറ അങ്ങ് തീരാൻ പോകുന്ന ഒരു ഏരിയയാണ്. ഫുജേറ കഴിഞ്ഞ് ഒമാനിലേക്ക് അടുക്കുന്ന ഒരു പ്ലേസാണ് ഈ കാണുന്നത്. ശരിക്കും ഒമാനോട് അടുക്കുമ്പോൾ തന്നെ ആ ഒരു ടെറൈൻ്റെ ഒരു വ്യത്യാസം, കുറച്ച് ഗ്രീനറി ഒക്കെ കുറച്ച് കൂടുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ശരിക്കും എന്താണ് ഈ ഒരു യാത്ര, ശരിക്കും നിങ്ങൾ വന്ന് യാത്ര ചെയ്ത് അത് ആസ്വദിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഒമാന്റെ ആ ഒരു ഏരിയയിലേക്ക് അടുക്കുമ്പോൾ തന്നെ ശരിക്കും നമ്മുടെ നാട്ടിൽ പോകുന്നതിൻ്റെ ഒരു പ്രതീതിയാണ്. നല്ല ഒരുപാട് മരങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. അതൊരു വ്യത്യസ്തമായൊരു കാഴ്ച തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഞങ്ങൾ ജസ്റ്റ്
ഒമാൻ്റെ ആ ഒരു ബോർഡർ കഴിഞ്ഞ് അകത്തേക്ക് കയറിയിട്ടുള്ള ഒരു കാഴ്ചയാണ്. അങ്ങനെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. ഇനി വലിയ ബിൽഡിങ്ങുകളൊന്നും പറയാനില്ല, പക്ഷെ വളരെ ശാന്തമായിട്ടൊരു പ്ലേസ്. ഞാൻ ആ ബോർഡറിലേക്കുള്ള ഒരു വീഡിയോ ഞാൻ എടുത്തില്ല, കാരണം അവിടെ പെർമിറ്റഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല. ശരിക്കും നമ്മൾ ആരെയാണ് കാണേണ്ടത്, ആ ബോർഡറിൽ ആരെയാണ് മീറ്റ് ചെയ്യേണ്ടതെന്നുള്ള ഇവർ നേരത്തെ തന്നെ പറഞ്ഞു. അയാളെ നമ്മൾ മീറ്റ് ചെയ്തു. മുന്നോട്ടുള്ള പെർമിഷൻ അവർ പേപ്പറായിട്ട് നമ്മുടെ കയ്യിൽ തന്നു. അത് കഴിഞ്ഞ് എത്ര പേരാണോ ട്രാവൽ ചെയ്യുന്നത് അത്രയും ആളുകളുടെ പാസ്പോർട്ട്, എമിറേറ്റ്സ് ID എല്ലാം എടുത്ത് നമ്മൾ എക്സിറ്റിന് വേണ്ടിയിട്ട് ആ ബോർഡറിൽ കൊടുക്കും. അപ്പം അവിടെ ഒരു പോലീസ് പേഴ്സൺ ഇരിപ്പുണ്ട്. അവർ നമുക്ക് സീൽ അടിച്ചിട്ട് നമുക്ക് ഈ സാധനം എല്ലാം പാസ്പോർട്ടും എമിറേറ്റ്സ് IDയും തിരിച്ചു തരും. അതോടൊപ്പം പെർ ഹെഡ് 30 ദിറമാണ് നമ്മളവിടെ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അത് കാർഡായിട്ട് തന്നെ കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ പതുക്കെ മുന്നോട്ട് പോകുന്നു. മുന്നോട്ട് എങ്ങനെ പോകണം എന്നുള്ളതിൻ്റെ ഫുള്ള് മാപ്പ് സഹിതം അവർ നമുക്ക് പ്രിൻ്റ് എടുത്ത് തന്നിരുന്നു. അപ്പോൾ അതുമായിട്ടാണ് ഞങ്ങൾ ഈ മുന്നോട്ട് പോകുന്നത്. മുന്നോട്ട് പോയി ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റ് പാർക്കിങ്ങിനുള്ള സ്പേസ് ഉണ്ട്. അവിടെ പാർക്ക് ചെയ്തിട്ട് വരാനാണ് അവർ പറഞ്ഞത്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകണം. ശരിക്കും നമ്മൾ ഒരു നാട്ടിൻ പ്രദേശത്ത് കൂടെ പോകുന്ന ഒരു പ്രതീതിയാണ് കേട്ടോ. മുന്നിൽ കാണുന്നതാണ് ആ പോലീസ് സ്റ്റേഷൻ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ പാർക്കിംഗ് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അതിന് മുന്നിൽ തന്നെ ഒരുപാട് പാർക്കിംഗ് സ്ലോട്ടുകൾ കാണുന്നുണ്ട്. അങ്ങനെ പാർക്കിംഗ് സ്ലോട്ടായിട്ടില്ല, ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് അവിടെ. എല്ലാവരും എനിക്കവിടെ വീക്കെൻഡ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യൂ ആണ്, ഒരു രക്ഷയില്ലാത്തൊരു വ്യൂ ആണ്. അങ്ങനെ പാർക്ക് ചെയ്ത് നേരെ പോർട്ടിലേക്ക് ചെന്നോളാനാണ് പറഞ്ഞത്. അവിടെ അവരുടെ ആളുകൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു. എവിടെയും കൺസ്ട്രക്ഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പോർട്ടിന്റെ ഭയങ്കരമായിട്ട് ഒരു കൺസ്ട്രക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബോട്ട് എടുത്തിരിക്കുകയാണ്. ഈ ബോട്ടിലേക്ക് കയറുന്നതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് വളരെ രസമായിരുന്നു. കാരണം വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. എല്ലാവരും ഓരോ നല്ല പ്ലേസ് പിടിക്കാനായിട്ടുള്ള ഒരു ഓട്ടത്തിലായിരുന്നു. അങ്ങനെ നമ്മളും അതുപോലെ തന്നെ ഓടി ഒരു സ്ഥലം എന്തായാലും കിട്ടി. എനിക്കിവിടെ എൻ്റെ ഒരു UAE വന്നിട്ടുള്ളൊരു ഫസ്റ്റ് ഇത്രയും ഒരു ലോങ് ബോട്ട് റൈഡ് ആണെന്ന് തോന്നുന്നു. എനിവേ അത് നന്നാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു രക്ഷയില്ലാത്ത ഒരു വ്യൂ ആണ്. എനിക്ക് തോന്നുന്നത് ഈ കാണുന്നതൊക്കെ ഏതോ ബീച്ച് റിസോർട്ട്. ഞാൻ ഗൂഗിളിൽ അടിച്ചു നോക്കിയപ്പം കുറേ ബീച്ച് റിസോർട്ടുകളും ഒക്കെ കാണാമായിരുന്നു. നോക്കത്താ ദൂരത്തോളം കടലിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. കുറേ പേര് ഫോട്ടോകൾ എടുക്കുന്നു. ഞങ്ങളിങ്ങനെ ഇവിടെ ഇങ്ങനെ എൻജോയ് ചെയ്യുന്നു. ആദ്യമാണെങ്കിൽ ഇവിടെ നിന്ന് ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ട്. ആടി ഞങ്ങളിപ്പോൾ ഒരു 40-45 മിനിറ്റ്സ് ആയി ട്രാവൽ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇനി ഇവിടെ ഏതോ ഒരു പ്ലേസിൽ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ടെന്നാണ് ഇവർ പറഞ്ഞത്. കുറച്ച് മുന്നോട്ട് പോയിട്ട് അവിടെയൊക്കെയാണ് ആക്ടിവിറ്റീസ് എന്നാണ് പറഞ്ഞത്. ആളുകൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ ക്യാമറയിൽ കാണാൻ പറ്റും. ഒരു നല്ലൊരു മുതിർന്നുള്ള കാഴ്ചകളാണ്.
നിങ്ങൾ ഈ കാണുന്ന ഒറ്റപ്പെട്ട ഒരു ബീച്ചാണ്. ഇങ്ങോട്ട് എങ്ങനെയാ വരുന്നതെന്ന് അറിയില്ല. എനിക്ക് വേണം ബോട്ടിലാണെന്ന് തോന്നുന്നു. ഈ ബോട്ടിലേ ഇങ്ങോട്ട് എത്താൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. വേറെ ഒരുപാട് ടൂർ ഓർഗനൈസേഴ്സിന്റെ ബോട്ടുകളും ഒക്കെ അവിടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാവരും ഇവിടെ ക്യാമ്പ് ചെയ്തിട്ട് ഇവിടെയാണ് മറ്റുള്ള ആക്ടിവിറ്റീസുകളെല്ലാം ചെയ്യുന്നതെന്ന് തോന്നുന്നു. അപ്പം എനിവേ ഇവരുടെ ഓർഗനൈസേഷൻ ഇവരെങ്ങനെയാണ് ഇതെല്ലാം ഓർഗനൈസ് ചെയ്തതെന്നൊക്കെ നോക്കിയിട്ട് നല്ലതാണെങ്കിൽ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ കാണുക.